ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഉപയോഗിച്ചിരുന്ന, അതായത് സെർബിയ എന്ന് പറയുന്ന രാജ്യത്ത് ഉപയോഗിച്ചിരുന്ന 100 ദിനാറാസ് എന്നറിയപ്പെടുന്ന കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള വിൻറ്റേജ് ബാങ്ക് നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു ബാങ്ക് നോട്ട് ഒന്ന് പരിചയപ്പെടാം. സെർബിയയിൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഉപയോഗിച്ചിരുന്ന കറൻസി. അപ്പോൾ കണ്ടല്ലൊരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു പേപ്പർ പോലെ ഇരിക്കുന്ന ഈ ഒരു സാധനം കറൻസിയാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ളൊരു കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസി സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ സെർബിയ എന്ന് പറയുന്ന രാജ്യത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു കറൻസിയാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വാല്യൂന് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ്. അപ്പോൾ ഇത് പ്രൊവിഷണൽ ഇഷ്യൂ ആയിട്ടാണ് ഈ ഒരു കറൻസി സെർബിയയിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും അണ്ടർ പ്രിൻ്റഡ് ആയിട്ട്, അതായത് ഓവർ പ്രിൻ്റഡ് ആയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമുക്ക് സെർബിയയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഗവൺമെൻറ് ആ ഒരു ടൈമിൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള കറൻസിയാണ്. 168 x 98 ആണ് ഈ ഒരു കറൻസിക്ക് വരുന്നത്. ഈ ഒരു കറൻസിയുടെ ഷേപ്പ് വന്ന റെക്ടാങ്കുലർ ഷേപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു കറൻസി ഓവർ പ്രിൻ്റഡ് ആണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഓവർ പ്രിൻ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ മറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കറൻസിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് പറയാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും കുറച്ച് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ലെറ്റേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി നുമിസ്റ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ലെറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാവുന്നതാണ്. എനിക്ക് തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റത്തില്ല. അപ്പോൾ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കറൻസിയുടെ വാല്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 100 എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 100 ദിനാറാണ് ഈ ഒരു കറൻസിയുടെ വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ സീരിയൽ നമ്പറും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു പിക്ചറിനെയൊക്കെ സൂചിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഒരു നുമിസ്റ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നോക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അങ്ങനെ നോക്കാം. അപ്പോൾ ഈ ഒരു കറൻസി നമ്മുടെ സെർബിയയിൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഉപയോഗിച്ചിരുന്ന കറൻസി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറൻസിക്ക് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു വാല്യൂ വരുന്നുണ്ട്. ഏകദേശം 3 കറൻസി എൻ്റെ കളക്ഷനിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു 3 കറൻസി എൻ്റെ കളക്ഷനിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിൻറ്റേജ് നോട്ടിൻ്റെ ഒരു കളക്ഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു 3 കറൻസീസും എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ എൻ്റെ കളക്ഷനിൽ കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു കണ്ടീഷൻ കറൻസിക്ക് ഏകദേശം ഒരു 300 രൂപ മുതൽ 700 രൂപ വരെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. ഈ ഒരു സെർബിയയിലെ ഓവർ പ്രിൻ്റഡ് വരുന്ന, അപ്പോൾ ശ്രദ്ധിക്കുക, 2 ടൈപ്പ് ഓഫ് കറൻസീസ് വരുന്നുണ്ട്. യുഗോസ്ലാവിയയിലെ കറൻസി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓവർ പ്രിൻ്റഡ് വരുന്ന ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഡിസൈനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായും ഞാൻ പിക്ചറിൽ, അതായത് ഈ ഒരു വീഡിയോയ്ക്ക് പിക്ചറായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓവർ പ്രിൻ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് 100 ദിനാറ. നമുക്കിവിടെ ഒരു സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജർമ്മൻ ഓക്യുപ്പേഷൻ്റെയാണ് ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓവർ പ്രിൻ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു കറൻസിക്ക് 300 രൂപ മുതൽ, നല്ലൊരു കണ്ടീഷൻ കറൻസിക്ക് 300 രൂപ മുതൽ 700 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്നത്. മറ്റ് കറൻസിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കറൻസിക്കും മാർക്കറ്റിൽ അത്യാവശ്യം 200 രൂപ മുതൽ 500 രൂപ, നല്ലൊരു കണ്ടീഷൻ കറൻസിക്ക് 500 രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കറൻസിക്ക് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു വിൻറ്റേജ് ബാങ്ക് നോട്ട് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള കറൻസിയൊക്കെ, അതായത് സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ ഒരുപാട് കറൻസിയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലുള്ള കറൻസി കളക്ഷനൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ട്. അങ്ങനെ അതിലേക്ക് വേണ്ടിയും കൂടെയാണ് ഞാനിങ്ങനെ ഈ ഒരു കറൻസി 3 കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചത്. നല്ലൊരു കണ്ടീഷൻ തന്നെയാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും 3 കറൻസീസും നല്ലൊരു കണ്ടീഷൻ കറൻസി തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള കറൻസിയൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ നുമിസ്റ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് നോക്കുക. ഇനി നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശമല്ല ഇതുപോലുള്ള കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.